ഹേ ഗായ്സ്, പാങ്ങളുടെ പോസ്റ്ററായിട്ട് ഞാൻ പിന്നെയും വന്നു. 4 ആഴ്ചത്തെ ഗ്രൈൻഡിങ്, 4 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വേൾഡ് കപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രീ ഷോർട്ട് ടൈം പാക്ക് നമ്മൾ ഇന്ന് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ടോട്ടൽ 28 ട്രൈ ഉണ്ട് നമ്മുടെ കയ്യിൽ. കൂടാതെ വേറൊരു അക്കൗണ്ടും കൂടി നമുക്ക് കറക്കാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു അക്കൗണ്ട് നോക്കാം. ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രഷറും ഇല്ല. കാരണം ഇതിലെനിക്ക് പ്രത്യേകിച്ച് ടാർഗറ്റേ ഇല്ല. പിന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത് ഒന്ന് സൊർലോത്തും പിന്നെ ക്രിസ്ത്യൻ റൊമാരോ, മഡ്വയ്ക്ക്. ബേസിക്കലി ഇതിൽ ആരെ കിട്ടിയാലും ഞാൻ ഭയങ്കര ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് എടുത്ത് നോക്കാം. നമുക്കൊരു സിംഗിൾ ട്രൈ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു 10 ട്രൈ ഒന്നിച്ചെടുത്ത് പിന്നെയും സിംഗിൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 3 സ്റ്റാർ വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. സെക്കൻഡ് ട്രൈ സെൻറ്റർ ബാക്ക്, ഇത് ക്ലബ് ജേഴ്സി ആണല്ലോ. ഓക്കെ, ഹോൾഡിങ്. ഓക്കെ, ഇതും 3 സ്റ്റാറാണ്. നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സും നാഷണൽ ടീമിൻ്റെ ജേഴ്സി ഇട്ടായിരിക്കും വരിക. ഓക്കെ, ഇതും ക്ലബ്ബാണ്. പിന്നെയും 3 സ്റ്റാർ, 3 3 സ്റ്റാർ. എൻ്റെ പൊന്നു കൊണാമി ഒന്ന് ആന് ശ്രമിക്കുകയും. ഓക്കെ, ചെൽസി ജേഴ്സി ആണല്ലോ. ധാരാളം നമ്പർ 19. ഓ സാർ, യെസ് സാർ. ഓക്കെ സാർ. 5th ട്രൈ ലെഫ്റ്റ് വിങ് പ്ലെയർ ഒന്നുമില്ലല്ലോ. ധാരാപ്പ നമ്പർ 19. പിന്നെയും 3 സ്റ്റാർ. 5 ട്രൈ കൊടുത്ത് 5 3 സ്റ്റാർ. എൻ്റെ പൊന്നു കൊണാമി ഒന്ന് ആന് ഹൈലൈറ്റ് ഇറ്റാലിയൻ ജേഴ്സി ഡിമാർക്കോ. യെസ് ഗൈസ്, ഇറ്റ്സ് ഡിമാർക്കോ. ഇതിൽ ഒന്നിനും കൊള്ളാത്ത കുറേ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1-2 നല്ലതുള്ളത് ഈ ഡിമാർക്കോയും അതുപോലെ ലോസൽസും ഒക്കെ. ബാക്കിയൊക്കെ കണക്കാണ്. അടുത്ത ട്രൈ സെൻറ്റർ ബാക്ക് റെഡ് ജേഴ്സി. ഇതും ഷോർട്ട് ടൈം ഒന്നുമല്ല. തരാ. പിന്നെയും സാറ്. ഇതിൽ 2 സാറുണ്ടോ. 8th ട്രൈ. ഓക്കെ, ഗോൾ കീപ്പർ. ഓ ഭാഗ്യം. ഇതാരാ? ട്രഫോർഡ്, മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ. ഓക്കെ, 9th ട്രൈ. ഓക്കെ, നമുക്കൊരു 10 ട്രൈ ഒന്നിച്ച് കൊടുക്കാം ഇത്തവണ. എന്നിട്ട് ബാക്കി സിംഗിളായിട്ട് കൊടുക്കാം. ഓക്കെ, LB ഹൈലൈറ്റോ. LB വേറെ ഷോർട്ട് ടൈം ഇല്ലല്ലോ. നമ്പർ 5. ഓക്കെ, ഹൈലൈറ്റ് തന്നെയാണ്. താരാ മാഹിയോ. ഓക്കെ, ഇനി 10 ട്രൈ ബാക്കി. നമുക്ക് സിംഗിൾ കൊടുത്ത് നോക്കാം. പിന്നെ ഹൈലൈറ്റാ. കോവസിച്ച് ആണോ ഇത്? യെസ് ഗൈസ്, ഇറ്റ്സ് കോവസിച്ച്. ഫൈനലി നമുക്കൊരു ഷോർട്ട് ടൈം കിട്ടിയിരിക്കുകയാണ്. നമ്പർ 8 ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇതിലിപ്പോൾ ഇനിയൊരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് ഇത്തവണ ഫ്രീ കിട്ടിയ ജെറാഡ്. പിന്നെ ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ നമ്മുടെ ഇയാളുണ്ട്, റോബ്സൺ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രൈ CF. സ്വർലൊന്നും അല്ല. ഇതാരാ? ഓ 4 സ്റ്റാർ. ഓ ഇമ്പ്രൂവ്മെൻ്റ് ഗൈസ്. ഇനി 7 ട്രൈയും കൂടി. സെൻറ്റർ ബാക്ക് നീല ജേഴ്സി. നീലയും വെള്ളയാണെങ്കിൽ റൊമാരോ ആയനെ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു ഷോർട്ട് ടൈം ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രൈ ലെഫ്റ്റ് വിങ് ഫോർവേഡ്. ഇതും ഹൈലൈറ്റ് എന്നല്ല. ബേസ് കാർഡ് 3 സ്റ്റാർ. ഓക്കെ, സോ ഇതിപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ആ ഒരു ഫ്രീ ഷോർട്ട് ടൈമിൻ്റെ പാക്ക് കിട്ടൂല. അപ്പോൾ ഇനി കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കോസിച്ചിനെയും കൊണ്ട് മടങ്ങിപ്പോണ്ടി വരും. പിന്നെയും 3 സ്റ്റാർ തീരൂലേ. ഓക്കെ, CF ഹൈലൈറ്റ്. മൊത്തത്തിൽ ഇത് 3ാമത്തെ ഹൈലൈറ്റ്. ഓക്കെ, ക്രിസ് വുഡ്. ഇനി 4 ട്രൈയും കൂടി. 4 ഒന്നിച്ച് കൊടുത്തേക്കാം. സെൻറ്റർ ബാക്ക്. ഓക്കെ, അതും രക്ഷയില്ല. അപ്പോൾ കോസിച്ചിനെ കൊണ്ടങ്ങ് മടങ്ങേണ്ടി വരും. സോ ഗൈസ്, ഫൈനലി നമ്മുടെ 4 ആഴ്ചത്തെ കാത്തിരിപ്പ് അവസാനം കോസിച്ചിനെ കൊണ്ട് അവസാനിച്ചു. റിഗ്രറ്റ് ഒന്നുമില്ല, കാരണം ഓൾറെഡി ഇതിലെനിക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സൊന്നും അധികം ഇല്ല. പിന്നെ കിട്ടുന്നത് ബോണസ് എന്നുള്ളതാണ്. ഓൾറെഡി ഇവരുടെയൊക്കെ ഹൈലൈറ്റ് കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാനുണ്ടോ. എന്തായാലും ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. സോ ഗൈസ്, അടുത്ത അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി ഒരു ട്രൈ എടുത്തിട്ടുണ്ട്. ഇനി 27 ട്രൈയും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതിനു മുമ്പ് ഈ ഒരു പ്ലെയർ ഓഫ് ദി ഡേ കറക്കി നോക്കാം. ഇതിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെൻസിനാണ്. സ്പെൻസ് കഴിഞ്ഞ കളി നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് ട്രൈ നോക്കണം വിചാരിച്ചത്. സോ ആരാണ്? 95 CM എൻസോ ഫെർണാണ്ടസ്. ഓക്കെ,
ആ കുഴപ്പമില്ല, നല്ലൊരു കാർഡാണ്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് ഈ ഒരു കാർഡിന്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബോക്സ് ഡ്രോയിൽ കണക്കാം. ഇതിലിപ്പോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ക്രിസ്റ്റ്യൻ റൊമേറോ ആണ്, പിന്നെ മിക്കൽ മെറീനോ ഉണ്ട് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് ട്രൈ ഗോൾ കീപ്പറാണല്ലോ ട്രാഫോർഡ്. എന്താ ഫസ്റ്റ് തന്നെ ട്രാഫോർഡ്. ഓക്കെ, പിന്നെ മഡ്വേക്കിനെ കിട്ടിയാലും ഓക്കെ ആണ്, കാരണം ആക്സിലേഷൻ ബേസ്റ്റ് ഉള്ള ഒരു റൈറ്റ് വിങ്ങറാണ്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈലൈറ്റ്സ് റൈറ്റ് വിങ്ങറൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ കോയിൻ ഇവൻ്റ് കളിക്കുമ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സെക്കൻഡ് ട്രൈ പോവാം. AMF റെഡ് ജേഴ്സി ഇതാരാ? മേസൺ മൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രൈ കൊടുത്ത് നോക്കാം. LB വലിയ രക്ഷയില്ല. 3 സ്റ്റാർ. എന്താണിത്? 4 ട്രൈ പോയി. ഓക്കെ, 5th ട്രൈ സെൻറ്റർ ബാക്ക്, അതും 3 സ്റ്റാർ. 6th ട്രൈ. ഈ 3 സ്റ്റാർ എന്നൊരു അനക്കം ഇല്ലല്ലോ. ഇതിൽ 3 സ്റ്റാർ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെയും 3 സ്റ്റാർ. 6 ട്രൈ കഴിഞ്ഞു. ഓക്കെ, DMF ആരാ? ഓക്കെ, ഹൈലൈറ്റ് ജർമ്മനിയുടെ ആൻഡ്രിക്കോ അങ്ങനെ എന്താ പേര്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി 8th ട്രൈ, പിന്നെ ഹൈലൈറ്റ്. ഓ, ബാക്ക് ടു ബാക്ക്. ഇതാരാ? സോർലോതല്ല, ന്യൂസയാണ്. ഓക്കെ, ഇറ്റ്സ് ന്യൂസെങ്കിൽ ന്യൂസ. ഗൈസ്, ഇനി നമുക്കൊരു 10 ട്രൈ ഒരുമിച്ച് കൊടുത്ത് നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ. CMF ഇതാരടാ? ഹൈലൈറ്റോ? ഇതെത്രാമത്തെ ഹൈലൈറ്റ്? ഇത് 3ാമത്തെ ഹൈലൈറ്റ്. ഡബിൾ ഹൈലൈറ്റ്. ഓക്കെ, 4ാമത്തെ ഹൈലൈറ്റ്. സൂപ്പർ. ഇനി 10 ട്രൈ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നും ആയില്ല. ഇനി സിംഗിൾ തന്നെ കൊടുത്തു നോക്കാം നമുക്ക്. CMF. ഓക്കെ, 4 സ്റ്റാർ. നെക്സ്റ്റ് ട്രൈ പിന്നെ 3 സ്റ്റാർ ആയിരിക്കും. വെയിറ്റിംഗ് ഫോർ. ഇതാരാ? നോർവേ അല്ല, 3 സ്റ്റാർ. നെൽസൺ. ഏത് നെൽസൺ? ഓക്കെ, നെക്സ്റ്റ് ട്രൈ ലെഫ്റ്റ് വിങ് ഫോർവേഡ്. ഇതെന്താ 3 സ്റ്റാറോ? പിന്നെ മൂറ. ഏത് മൂറ? ഇതെന്തെന്നാ ഇത്? എൻ്റെ പൊന്നു കൊണാമി, ഒരെണ്ണമെങ്കിലും. ഓക്കെ, പിന്നെയും പാടി 4 സ്റ്റാർ. ഓക്കെ, 3 സ്റ്റാർ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് 2. ഓക്കെ, ഇറ്റ്സ് DMF. ഇതാരാ? കൊളംബിയ. ഓക്കെ, ഹൈലൈറ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ 5ാമത്തെ ഹൈലൈറ്റ് എങ്ങാനോ. ഇനിയും 4 ട്രൈ ബാക്കി. പിന്നെയും DMF. ഇതൊക്കെ ആരുടെ? കോക്ക്. ഇനി 3 ട്രൈയും കൂടി. റൈറ്റ് ഫോർവേഡ്. പിന്നെയും 3 സ്റ്റാർ. വലിയ ലക്ഷ്യമൊന്നുമില്ലല്ലോ. കൊണാമി ഒരെണ്ണമെങ്കിലും. ഇത് നമ്മൾ പ്രീ ട്രൈയും കൊണ്ട് പോകേണ്ടി വരുന്ന റൈറ്റ് ബാക്ക്. താരാ? ഓക്കെ, പിന്നെയും 3 സ്റ്റാർ. വണ്ടർഫുൾ. ഇനി 2 ട്രൈ. CF. DP ആണോ ഇനി? അല്ല, DP SS അല്ലേ? ഓക്കെ, ഇതും പോയി. ബേസ് 3 സ്റ്റാർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ. ഇതില്ലെങ്കിൽ കൊണാമി പ്ലീസ്. മഡ്വേക്ക് ഞാൻ ടാപ്പ് ചെയ്ത് നോക്കാം. മഡ്വേക്ക് വേണം നിർബന്ധമൊന്നുമില്ല. റൊമേറോ അല്ലെങ്കിൽ മെറീനോ ആണ് എൻ്റെ ഒരു പ്രിഫറൻസ്. അതിങ്ങ് തന്നില്ലെങ്കിൽ ഞാനങ്ങ് പോയാട്ടെ. CMF. ഗൈസ്, അങ്ങനെ നമ്മുടെ 28 ട്രൈ. ഓ, ഹൈലൈറ്റ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇതെന്താ 6 ഹൈലൈറ്റോ? ഇതെന്താ ഹൈലൈറ്റ് ബോക്സാണ് നമ്മൾ ചെയ്തത്. ആ ഫ്രീ ട്രൈ കൂടി ഇല്ലെങ്കിൽ നമ്മളങ്ങ് മൂഞ്ചി തെറ്റിയേനെ. ഓ, 28 ട്രൈ, 6 ഹൈലൈറ്റ്. നല്ല ഐശ്വര്യമാണല്ലോ. ഒരെണ്ണം എങ്കിലും ഷോർട്ട് ടൈം വന്നെങ്കിൽ ഗൈസ്, നമുക്ക് എന്തായാലും ആ ഒരു ഫ്രീ സെലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ചാൻസ് ഡീൽ എടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് മെറീനോ അല്ലെങ്കിൽ റൊമേറോ ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ്സ്. ഇതിൽ 2 ആരെ കിട്ടിയാലും ഓക്കെയാണ്. പിന്നെ വേണമെങ്കിൽ മഡ്വേക്കും നമ്മുടെ പ്രിഫറൻസിലുണ്ട്. അതല്ലാണ്ട് വേറെ ആരും ഈ ഒരു സ്ക്വാഡിലേക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. സോ നമുക്ക് ആ ഫ്രീ ട്രൈ കൊടുത്തു നോക്കാം. Here we go. ഇതാരാ? 83 CF. സൊർലോത്ത്. ബുള്ളറ്റ് ഹെഡർ. ടാർഗറ്റ് മാൻ. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ ഞാൻ എവിടെ ഇട്ട് കളിപ്പിക്കുക? എനിക്ക് ഓൾറെഡി അവിടെ ഫോർലാൻഡ് സെറ്റാണ്. ഒന്നാമത് ഇതിൽ അങ്ങനെ വലിയൊരു ക്രോസ് ചെയ്യാൻ പാകത്തുള്ള വലിയ ആൾക്കാരൊന്നും ഇല്ല.
അലക്സാണ്ടർ അർണോൾഡിന്റെ പഴയ ഷോർട്ട് ടൈം ബൂസ്റ്റർ അല്ലാത്ത ഷോർട്ട് ടൈം ഒക്കെയാണ്. ഇതിപ്പോൾ ആരാണ് ഇതിനുള്ള ക്രോസ് കൊടുക്കേണ്ടത്? അങ്ങനെ നമ്മുടെ 4 ആഴ്ചത്തെ പ്രയത്നം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ ക്യാമ്പയിനൊക്കെ വരണം. അത് ഇതിലും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.